നമസ്കാരം. 2026 വൃശ്ചികക്കൂറുകാരുടെ വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത്. വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ്. വൃശ്ചികക്കൂറുകാരുടെ പൊതു സ്വഭാവത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ബുദ്ധിയുള്ളവരായിരിക്കും. എടുത്തുചാട്ടം അല്പം കൂടുതലുള്ള പ്രകൃതമാണ് ഇവർക്ക്. മനസ്സുഖം കുറഞ്ഞവരായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത്. ചെറുപ്പത്തിൽ തന്നെ പല വിധത്തിലുള്ള ദുരിതങ്ങളും രോഗാരിഷ്ടതകളും ഒക്കെ ഇവരിൽ ചിലർക്ക് ഉണ്ടായി എന്ന് വരാം. മറ്റുള്ളവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രകൃതക്കാരല്ല ഇവർ. വർഷാരംഭത്തിൽ വ്യാഴം 8-ലും ജൂൺ 2-ന് 9-ലേക്കും മാറുന്നു. ശനി 5-ലും രാഹു 4-ലും കേതു 10-ലുമാണ്. വൃശ്ചികക്കൂറിൻ്റെ രാശ്യാധിപൻ ചൊവ്വയാണ്. വിഷുഫലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് പൊതുവെ ഇപ്പോൾ അത്ര നല്ല കാലമല്ല. കാരണം വ്യാഴം അഷ്ടമത്തിലും ശനി 5-ലും ആണ്. ഈ ജൂൺ 2 വരെ ഇപ്പോഴുള്ള അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കാനാണ് സാധ്യത. പല വിധത്തിലുള്ള പ്രയാസങ്ങളും മാനസിക ക്ലേശങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവരിൽ പലരും ഇപ്പോൾ. കേസ്, കലഹം, മനോദുഃഖം, ധനനഷ്ടം, വാഗ്ദോഷം, യാത്രാദുരിതം എന്നിവയൊക്കെ ഇവർക്ക് ഈ ജൂൺ 2 വരെ ഉണ്ടായി എന്ന് വരാം. കുടുംബ സൗഖ്യക്കുറവും സ്ഥാനഭ്രംശവും സർക്കാർ ദോഷവും എന്നിവ ഈ സമയത്ത് സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായോ പഠന സംബന്ധമായോ വീട്ടുകാരുമായുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടോ നാട് വിട്ടുപോകാനും ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. പൊതുവെ പറഞ്ഞാൽ ജൂൺ 2 വരെ അല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് വരാം. എന്നിരുന്നാലും ജൂൺ 2-ന് ശേഷം ഇവർക്ക് വളരെ നല്ല ഒരു സമയമാണ് വന്നു ചേരുന്നത്. ജൂൺ 2-ന് വ്യാഴം അതിൻ്റെ ഉച്ചസ്ഥനായി കർക്കിടകൻ രാശിയിലേക്ക് വരുന്നതും ശനിക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതും ഇവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാൻ കാരണമായി വരുന്നു. ജീവിതത്തിൽ ഈ സമയത്ത് വളരെ അധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. ഭാഗ്യം ഈ സമയത്ത് ഇവരെ തുണയ്ക്കുന്നതാണ്. ശുഭഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ജൂൺ 2 മുതൽ ശുഭകരമായ ഗുണകരമായ ഒരു മാറ്റം ഇവരിൽ വന്നു ചേരുന്നതാണ്. ഈ സമയത്ത് ധനപരമായി നേട്ടം ഉണ്ടാവുന്നതും സമ്പാദ്യം വർദ്ധിക്കുന്നതും കടങ്ങൾ മാറിക്കിട്ടുന്നതുമാണ്. ജീവിതത്തിൽ മനസമാധാനം ഉണ്ടാവുന്നതും സന്തോഷം ഉണ്ടാവുന്നതുമാണ്. ജോലിയിൽ വരുമാനം കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത തെളിയുന്നതാണ്. ജോലിയിൽ ഉയർച്ചയും നേതൃപദവിയും ലഭിക്കാനും ഇവർക്ക് സാധ്യതയുണ്ട്. കിട്ടില്ലെന്ന് വിചാരിച്ച കടം തിരിച്ചു കിട്ടുവാനും സാധ്യതയുണ്ട്. തർക്കകാര്യങ്ങളിൽ നയപരമായി ഇടപെട്ട് അതിന് തീർപ്പ് കൽപ്പിക്കുന്നതും നേട്ടം ഉണ്ടാവുന്നതുമാണ്. വിവാഹത്തിന് ആഗ്രഹിക്കുന്ന യുവക്കൾക്ക് ഈ സമയത്ത് വിവാഹം വന്നു ചേരുവാനോ വിവാഹത്തിൽ ഒരു തീർപ്പുണ്ടാകുവാനോ സാധ്യതയുണ്ട്. സകല കാര്യത്തിലും ഒരു കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം ഉണ്ടാകുവാനും കരിയറിൽ മികച്ച വിജയം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ബന്ധുജനങ്ങൾ ഒത്തുചേരുവാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. അകന്നു നിൽക്കുന്ന ബന്ധുക്കളുമായി അടുക്കുന്നതിനും സൗഹാർദ്ദം പങ്കിടുന്നതിനും സാധ്യത തെളിയുന്നതാണ്. സുഹൃത്ത് ബന്ധം കൂടുതൽ ദൃഢമാകുന്നതാണ്. പുതിയ ബന്ധങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. തൻ്റെ വാക്കുകൾ അംഗീകരിക്കപ്പെടുന്ന സമയം ഇവർക്ക് വന്നു ചേരുന്നതാണ്. പൊതുവെ മാന്യത ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ്. ഭൂമി ഇടപാട് നടക്കുകയും നല്ല ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. യാത്രാ നേട്ടവും യാത്രാ ഗുണവും ഉണ്ടാവുന്നതാണ്. യാത്രാ തടസ്സം മാറിക്കിട്ടുന്നതാണ്. കാർഷിക പുരോഗതി ഉണ്ടാവുന്നതും വ്യവസായത്തിൽ പുരോഗതി വന്നു ചേരുന്നതും ആണ്. ധനവരവ് വർദ്ധിക്കുന്നതും ലാഭം പ്രതീക്ഷിക്കാവുന്നതും ആണ്. സംരംഭ വിജയം ഉണ്ടാവുന്നതും പാർട്ണർഷിപ്പിൽ മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയുന്നതുമാണ്. സന്താനങ്ങളെ കൊണ്ട് നേട്ടം ഉണ്ടാവുന്നതാണ്.
പുണ്യസ്ഥല ദർശനത്തിന് സാധ്യമാകുന്നതും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുന്നതുമാണ്. പൊതുവെ പറഞ്ഞാൽ ജൂൺ 2 ശേഷം ഇവർക്ക് സകല കാര്യത്തിലും നേട്ടം കൈവരിക്കുന്നതാണ്. ഗുണകരമായ ഒരു മാറ്റം വന്നു ചേരുന്നതാണ്. ഇവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനും ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനുമായി ഈശ്വരാരാധന നടത്തുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമായിരിക്കും. മഹാദേവനെ പ്രാർത്ഥിക്കുക, വിഷ്ണു ഭഗവാനെ ഭജിക്കുക, ഗണപതി പ്രീതി വരുത്തുക, ദേവീക്ഷേത്ര ദർശനം നടത്തുക, അർച്ചന ചെയ്യുക, വഴിപാടുകൾ ചെയ്യുക എന്നിവയൊക്കെ നടത്തിയാൽ ഗുണഫലങ്ങൾ ഏറെ ലഭിക്കുന്നതായിരിക്കും.